എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാനൊരു ആകാംക്ഷയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ള റീഡിംഗ് ആണ് ഇത്. എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്നത്, അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ 3 കാർഡ്സാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്ക് 3 മീനിങ് അല്ലെങ്കിൽ 3 കാർഡ്സ് നോക്കാനുള്ള ടൈമേ നമുക്ക് ഈ ഒരു റീഡിങ്ങിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ള മെസ്സേജ്, എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ മെസ്സേജ് എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ തമ്മിലുള്ള ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കാത്ത ഒരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. സ്നേഹം വളരെയധികം ആഴത്തിലുള്ള സംഭവമാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഹാർട്ടിനെയാണ് ഫോളോ ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെ ഹാപ്പിയാക്കി നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ, അതായത് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ നിങ്ങൾക്ക് 2 പേർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ശരിയായിരിക്കും, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് നീക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നുമില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിച്ചിരിക്കാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരാത്തത്. സെക്കൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് സക്സസ്സും ഒക്കെ വരുന്ന ഒരു സംഭവമാണ്, ആഗ്രഹിച്ചതൊക്കെ നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു പക്ഷേ പരീക്ഷയിൽ ജയിക്കുക, അല്ലെങ്കിൽ ആഗ്രഹിച്ച ജോലി നേടുക, വിദേശത്തേക്ക് പോകാൻ സാധിക്കുക, ആഗ്രഹിച്ചതൊക്കെ നേടുന്ന ഒരു ടൈമാണ് ഇത്. അപ്പോൾ നിങ്ങളെ വിട്ടിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഈ കാർഡ് സെലക്ട് ചെയ്ത ആൾക്കാർക്കെല്ലാം ഇപ്പോൾ തന്നെ ഒരു ദൂരം അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകുന്ന റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് വളരെയധികം അടിപൊളി ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങളെ വിട്ടു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. തേർഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ലൈഫൊക്കെ നേടുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ ഒരു രജിസ്റ്റർ മാരേജ് പോലെ, അതായത് അച്ഛനമ്മേന് സന്തോഷമൊന്നുമില്ല, പക്ഷേ അവർ വിവാഹത്തിന് സമ്മതിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാ മെസ്സേജും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയ റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ